ഋഷി ഇരുന്ന് കരയുന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചു, എന്താണ് മോനെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അത് സിബിൻ ചേട്ടൻ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിബിൻ പെട്ടെന്ന് പുറത്തു പോവാ എന്ന് പറഞ്ഞപ്പോൾ അത് വിഷമം സഹിക്കാൻ വയ്യാതെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ കാര്യമല്ല, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ സങ്കടപ്പെടേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ ഋഷി ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, അവിടെ ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ തെറ്റുകൾ ചെയ്ത ഒരുപാട് പേർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ സിബിന് മാത്രം ശിക്ഷ വിധിച്ചത് ശരിയാണോ ലാലേട്ട എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ലെ, ഋഷി പറഞ്ഞത് ഒരു ന്യായമായ ചോദ്യം തന്നെയാണ്. പക്ഷെ ലാലേട്ടൻ കൊടുത്ത ഉത്തരമാണ് അതിന് പ്രാധാന്യം. അവിടെ പവർ ടീം എന്ന് പറയുന്നത് അവിടെ സർവ്വ അധികാരികളാണ്. അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. ഇത്ര സർവ്വാധികാരിയായി അത്രയും വലിയൊരു സ്ഥാനം കൊടുത്തിരിക്കുന്ന വ്യക്തി അവിടെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും വലിയൊരു തെറ്റ്. ആ തെറ്റിനെയാണ് പനിഷ്മെന്റ് കൊടുത്തത്. ഇപ്പൊ സാധാരണ ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പനിഷ്മെന്റ്, 2 പനിഷ്മെന്റ്, എനിക്ക് തോന്നുന്നു അവർ സാധാരണ ഒരു പുറത്തുള്ള വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നോമിനേഷൻ എന്നൊരു പനിഷ്മെന്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇത് പവർ ടീമിലെ അംഗമായതുകൊണ്ടാണ് പവർ റൂമിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുകയും ചെയ്തത്. അത് തന്നെയാണ് ലാലേട്ടനും അവിടെ പറഞ്ഞത്. ബാക്കി അവിടെ വായ കൊണ്ട് അത്രയും മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞ ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ ജനങ്ങൾ വിധിക്കുമെന്നായിരിക്കണം ലാലേട്ടൻ വിചാരിക്കുന്നത്. എന്തായാലും അവിടെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു സിബിനെ ശിക്ഷിക്കുക എന്നതിലുപരി ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ഗെയിം ചേഞ്ച് ആണ് അവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ സിബിനെ ശിക്ഷിച്ചുകൊണ്ട് സിബിൻ ചെയ്തത് അത്രയും മോശമാണെന്ന് കാണിച്ചുകൊണ്ട് സിബിനെ താറടിക്കുക എന്നൊരു ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് സിബിനെ തിരിച്ചു വരാനുള്ള, സിബിന്റെ ഗെയിം മാറ്റിപ്പിടിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിരിക്കണം ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യാതെ അവിടെ മറ്റുള്ളവർക്ക് ഗെയിം പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കാതെ സ്വയം കളിക്കുക എന്നൊരു കാര്യവും ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ്. മറ്റുള്ളവരുടെ ഇങ്ങനെ ഇത്തിരി വിഷം കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തിരി പരദൂഷണം കാണിക്കുന്ന ഒരു സ്വഭാവം സിബിനുണ്ടായിരുന്നു. അതൊന്നും മാറ്റി വെച്ചുകൊണ്ട് ഒരു ഗുഡ് ഗെയിമറായിട്ട് ബാക്കി ആ നെഗറ്റീവ്സുകളെല്ലാം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിരിക്കണം സിബിന് ഇങ്ങനെ ഒരു പനിഷ്മെന്റ് കൊടുത്തത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഗെയിമർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം അത് സിബിനാണെന്ന്. അപ്പോൾ അവിടെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിന്റെ വിന്നർ ആവാനായിട്ട് ഒരു ക്വാളിറ്റി വേണം എന്നുള്ള കാര്യം. ആ ക്വാളിറ്റിക്ക് എതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിബിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കണം തീർച്ചയായും അവിടെ സിബിനെ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്ന് തന്നെയാണ് കരുതുന്നത്.